നഴ്സിംഗ് എന്നാൽ വെറും സേവനമല്ല, അത് കഠിനമായ പഠനം കൂടിയാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം ഓർമ്മയുണ്ടോ? പ്രത്യേകിച്ച് ഫസ്റ്റ് ഇയറിലെ അനാട്ടമി ക്ലാസ്സിൽ ഇരുന്നപ്പോൾ. BSc നഴ്സിംഗ് അഡ്മിഷൻ എടുത്തു വരുമ്പോൾ എല്ലാവർക്കും വലിയ ആവേശമായിരിക്കും. പക്ഷെ അനാട്ടമി ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ ആ ആവേശം പതുക്കെ പേടിക്ക് വഴിമാറും. നൂറുകണക്കിന് മെഡിക്കൽ ടേമുകൾ ഓർത്തെടുക്കാൻ പാടുപെടുന്ന എല്ലുകളുടെ പേരുകൾ, മസിൽസിന്റെ പേരുകൾ, പലപ്പോഴും എവിടെ തുടങ്ങണം, എന്ത് പഠിക്കണം എന്നറിയാതെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ വല്ലാതെ വിഷമിക്കാറുണ്ട്. എല്ലാം കാണാപ്പാഠം പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഭൂരിഭാഗം പേരും വരുത്തുന്ന പ്രധാന മിസ്റ്റേക്ക്. ഇവിടെയാണ് നമ്മൾ സ്മാർട്ടായി പഠിക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ, തലയോട്ടിയിലെ എല്ലുകളുടെ പേരുകൾ പഠിക്കാൻ കഷ്ടപ്പെടേണ്ടതില്ല. ബെസ്റ്റ് ഓഫ് 6 എന്ന ലളിതമായ കോഡ് ഓർത്താൽ മതി. ഇതിലെ ഓരോ അക്ഷരവും ഓരോ ബോണിനെയാണ് സൂചിപ്പിക്കുന്നത്. P ഫോർ പേരിയറ്റൽ, E ഫോർ എത്മോയിഡ്, S ഫോർ സ്ഫിനോയിഡ്, T ഫോർ ടെമ്പറൽ, O ഫോർ ഓക്സിപിറ്റൽ, F ഫോർ ഫ്രണ്ടൽ. ഇങ്ങനെ കോഡുകൾ ഉപയോഗിച്ച് പഠിച്ചാൽ ക്രേനിയൽ ബോൺസ് ഒരിക്കലും നിങ്ങൾ മറക്കില്ല. കാണാപ്പാഠം പഠിക്കുന്നതിനേക്കാൾ 10 ഇരട്ടി വേഗത്തിൽ കാര്യങ്ങൾ നിങ്ങളുടെ തലയിൽ കയറുകയും ചെയ്യും. ഇതൊരു പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ല ഉപയോഗിക്കുന്നത്. നാളെ നിങ്ങൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോൾ, പേഷ്യന്റിന്റെ ഹെഡ് ഇഞ്ചുറി ആക്സസ് ചെയ്യുമ്പോഴോ ഡോക്ടർക്ക് റിപ്പോർട്ട് ചെയ്യുമ്പോഴോ തലയിൽ മുറിവുണ്ടെന്ന് പറയുന്നതിന് പകരം കൃത്യമായി ഫ്രോണ്ടൽ ഏരിയ അല്ലെങ്കിൽ ടെമ്പറൽ റീജിയൻ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ഈ അറിവ് അത്യാവശ്യമാണ്. അതാണ് ഒരു പ്രൊഫഷണൽ നഴ്സിന്റെ ക്വാളിറ്റി. ഇതൊരു ചെറിയ ഉദാഹരണം മാത്രമാണ്. കാർഡിയാക് സിസ്റ്റവും നെർവസ് സിസ്റ്റവും ഇതുപോലെ കഥകളിലൂടെയും കോഡുകളിലൂടെയും പഠിക്കാൻ ഒരു സീക്രട്ട് മെത്തേഡ് കൂടിയുണ്ട്. അതെന്താണെന്ന് നിങ്ങൾക്കറിയാമോ? ഇതുപോലെ നഴ്സിംഗ് സബ്ജക്ട് സിമ്പിളായി മനസ്സിലാക്കി പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നഴ്സിംഗ് എന്ന് താഴെ കമന്റ് ചെയ്യും.